പ്രാപ്പോയിൽ കുണ്ടേരി രായറോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകരുന്നു. എയ്യൻകല്ല് ഭാഗത്ത് സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീട്ടിലേക്ക് പതിച്ചു. കനത്ത മഴയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 6ഓടെയായിരുന്നു അപകടം. തകർന്നു വീണ സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ തകർച്ചാ ഭീഷണിയിലാണ്. വൈദ്യുത ലൈനും കടന്നുപോകുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. റവന്യൂ അധികൃതരും KSEB ജീവനക്കാരും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമായി. മലയോരത്ത് അടുത്ത കാലത്ത് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കപ്പെട്ട പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് പ്രാപ്പോയിൽ തുടങ്ങി എയ്യങ്കല്ല്, കുണ്ടേരി, മൂന്നാംകുന്ന് വഴി ഇരേരോത്തേക്ക് എത്തുന്ന റോഡ്. പ്രാപ്പോയിൽ നിന്ന് തിരുമേനി ഭാഗങ്ങളിൽ നിന്നൊക്കെ ആലക്കോടേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണിത്. ഈ പാതയിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് പ്രതിദിനം കടന്നു പോകുന്നത്. സ്വകാര്യ ബസ് ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡാണ്. ഈ റോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ തകർന്ന് താഴേക്ക് വീണത്. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക്, കുറുവാട്ട് വീട്ടിൽ ഗോപി എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം ഈ റോഡിൻ്റെ എയ്യങ്കല് ഭാഗത്തു നിന്നുള്ള പാർശ്വഭിത്തി തകർന്ന് താഴേക്ക് വീണത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. റോഡ് ഒരു ഭാഗം പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട്. ഇവിടെ ഗതാഗതം ഇതിൻ്റെ അപകടസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ഇവിടെ ഈ റോഡിൻ്റെ ഒരു ഭാഗത്ത് മരച്ചിലുകളൊക്കെ വെച്ച് തൽക്കാലത്തേക്ക് സൂചന കൊടുത്തിട്ടുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡാണ്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. ആലക്കോടേക്ക് എത്താനുള്ളൊരു പ്രധാനപ്പെട്ട പാത എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഈ റോഡിൻ്റെ വലിയ കുത്തനെയുള്ള ഇറക്കവും കയറ്റവും ഒക്കെയുള്ള റോഡിൻ്റെ പാർശ്വഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ സേഫ് ഗാർഡുകളൊക്കെ വെച്ചിട്ട് പിന്നെ പാർശ്വഭിത്തിയൊക്കെ കെട്ടി ഗാർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടാണ് ഈ റോഡ് നവീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടുത്തെ നിർമ്മാണത്തിലെ ഒരു പക്ഷേ അപാകത തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. റോഡിൻ്റെ ഒരു പാർശ്വഭാഗം ഇടിഞ്ഞ് തൊട്ടടുത്ത വീട്ടിലേക്ക് പതിച്ചിരിക്കുന്നു. ആ വീട്ടിലുള്ളവർക്ക് ആളപായം ഒന്നും സംഭവിക്കരുത്, വീട് തകരാതിരുന്നവരും വലിയ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പെയ്ത ശക്തമായ മഴയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം നടന്നത്. ഏതായാലും ഈ സമയത്ത് ഇവിടെ വീടിന് പുറത്തൊന്നും ആളുകളില്ലാതിരുന്നതും വീട്ടിലുള്ളവർക്ക് അപകടം ഏൽക്കാതിരുന്നതൊക്കെ തന്നെ വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ റോഡ് ഇപ്പോൾ അപകടസ്ഥിതിയിലാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇതിനോട് ഈ റോഡിനോട് ചേർന്നുള്ള വൈദ്യുതി തൂണുകൾ 2 ഇതിനടുത്ത് തന്നെയുണ്ട്. അതിനിപ്പോൾ താൽക്കാലികമായി അപകട സ്ഥിതി ഇല്ല എന്നാണ് KSEB ജീവനക്കാർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞതെന്നാണ് വീട്ടുകാർ നമ്മളോട് പറഞ്ഞത്. എന്നാൽ ഈ റോഡിൻ്റെ ഇതിലൂടെ ഗതാഗതം എത്രത്തോളം ഈ ഭാഗത്ത് സുരക്ഷിതമാണെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം വാഹനങ്ങളൊക്കെ രാത്രി കടന്നു പോകുന്ന സമയത്ത് ഈ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു സൂചന ഈ റോഡ് അപകടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇപ്പോൾ പിന്നെ കാണുന്ന പോലെ മരച്ചിലകളൊക്കെ വെച്ചിട്ട് ഒരു സൂചന കൊടുത്താൽ മാത്രം മതിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇതിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം കൂടെ ഇത് ഇടിഞ്ഞിട്ട് വീഴുന്നൊരു സ്ഥിതിഗതിയാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത് പണ്ടത്തെ പിച്ചിങ് അത് കെട്ടിയിരിക്കുന്നത്. ആ പിച്ചിങ്ങിൻ്റെ മുകളിൽ ആദ്യം ഈ DR കെട്ടിയാലൊന്നും ഒരു കാരണവശാലും നിൽക്കില്ല. വലിയ എടുത്താൽ പന്നാത്ത കല്ലും കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ബാക്കി നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ റോഡ് വളരെ പ്രധാനപ്പെട്ട റോഡാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതാണ്. വലിയ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അടിയന്തരമായിട്ട് തന്നെ ഈ റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. ഇതേപോലെ തന്നെ പല ഭാഗത്തും ഉയർന്ന കുന്നും പ്രദേശമായതുകൊണ്ട് തന്നെ മലമുകളിലൂടെ കടന്നു പോകുന്ന റോഡായതുകൊണ്ട് പല ഭാഗത്തും ഇതുപോലെ തന്നെ പാർശ്വഭിത്തി കെട്ടിയിട്ടാണ് ഈ റോഡ് നവീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തികളൊക്കെ തന്നെ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപകട സാധ്യത മഴ തുടരുകയാണെങ്കിൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എയ്യങ്കലിൽ നിന്നും ജെയിംസ് ഇടപ്പള്ളിൽ, CC Net ന്യൂസ്. ചിലമ്പിൽ ഹോം ഡെക്കർ പാടിയൊട്ടിച്ചാൽ കലക്കൻ വിലയിൽ തകർപ്പൻ മൺസൂൺ ഓഫറുകൾ ആരംഭിച്ചിരിക്കുന്നു. 22,000 രൂപ വില വരുന്ന 2 ഡോർ അലമാര, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ കോട്ട് ബെഡ് ഇപ്പോൾ 14,500 രൂപയ്ക്ക് ലഭ്യമാണ്. 45,000 രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും 24,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 23,000 രൂപ വില വരുന്ന കോർണർ സോഫ ഇപ്പോൾ വെറും 14,900 രൂപയ്ക്ക് ലഭ്യമാണ്. 40,000 രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ ഇപ്പോൾ 28,900 രൂപയ്ക്ക് ലഭ്യമാണ്. ഓരോ ആഴ്ചയിലും 10,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനം ലഭിക്കുന്നു. അഡ്വാൻസ് ബുക്കിംഗും ഈസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഇനി ഒട്ടും വൈകേണ്ട. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചിലമ്പിൽ ഹോം ഡെക്കർ, മേലെ ബസ് സ്റ്റോപ്പിന് എതിർവശം, പാടിയൊട്ടിച്ചാൽ. More details please contact 7907 575 415. Other number 9544 137 511.